ഇന്ന് നമുക്ക് റിയാദിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സലാം പാർക്കിലോട്ടൊരു യാത്ര പോകാം. ഏകദേശം 25 ഹെക്ടർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പാർക്ക് കുടുംബാംഗങ്ങൾക്കും കുട്ടികൾക്കും വിനോദസഞ്ചാരികൾക്കും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും വിനോദങ്ങളിൽ ഏർപ്പെടാനും അനുയോജ്യമായിട്ടുള്ള ഒരു ഇടം കൂടിയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പതുക്കെ ഞങ്ങളുടെ യാത്ര അങ്ങ് തുടർന്നു. നടന്ന് ക്ഷീണിച്ച് തളരാറായി എന്ന് തോന്നിയപ്പോഴേക്കും ഞങ്ങൾക്കൊരു ചായ കുടിക്കാൻ തോന്നി. ഞങ്ങൾ അടുത്തുള്ള ഒരു ചായക്കടയിൽ കയറി ഒരു ചായയും ഒരു ഷവർമയും ഓർഡർ ചെയ്തു. ഷവർമ ഞങ്ങളൊരു ചെറിയ ഷവർമയാണ് ഓർഡർ ചെയ്തത്. അത്യാവശ്യം നല്ലത് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും അവിടെ കൂടി ഒരു പൂച്ചക്കുട്ടി വന്നു. പിന്നെ ഞങ്ങളുടെ കയ്യിലുള്ള ഷവർമയുടെ കുറച്ച് ഭാഗം അതിനും കൊടുത്തു. അത് കഴിക്കുന്നത് നോക്കി കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നല്ല സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങ് ദൂരെ ഊഞ്ഞാലാടുന്നത് കണ്ടത്. പിന്നെ വേറെ ഒന്നും നോക്കാൻ പോയില്ല, നേരെ അങ്ങോട്ട് വെച്ചു പിടിച്ചു. കുഞ്ഞു പിള്ളേർ കളിക്കുന്ന സ്ഥലത്ത് കളിക്കുന്ന എൻ്റെ ഭാര്യയുടെ കഴിവുകൾ നിങ്ങൾ കാണും. കളിക്ക്, ഓടിക്ക്, അതിരിക്ക്, തിരിയില്ലേ? കൊണ്ട് ഞാൻ തെരിച്ചാട് കുതിര ഇത് ഇതിലേക്ക് ഈ കുതിര നമുക്ക് ആലോചിച്ചിട്ടില്ലെന്നുണ്ട്. അതിന്മേൽ അവൻ ആലോചിച്ചാ അതിന്മേലിക്കാൻ ചേ അപ്പുറം ഇപ്പുറം കാലട്ട് എല്ലാ റൈഡിലും കയറി വളരെയധികം തളർന്ന് ക്ഷീണിതയായി പോകുന്ന എൻ്റെ ഭാര്യ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം അവിടെ ചെലവഴിച്ചു. കുറേ അധികം സന്തോഷിച്ചു. ഏകദേശം 5:45 പള്ളികളിൽ നിന്ന് ബാങ്ക് വിളി ഉയർന്നുകൊണ്ടിരുന്നു. എല്ലായിടത്തും ബാങ്ക് വിളിയാണല്ലോ. 6 മണിക്കല്ലേ ബാങ്ക് വിളിക്കുക? പിന്നെ ഞങ്ങൾ പാർക്കിൽ നിന്ന് ഇറങ്ങാമെന്നിങ്ങനെ പ്ലാൻ ചെയ്ത് വരികയായിരുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് അങ്ങോട്ട് മാറി ഒരു രസകരമായൊരു കാഴ്ച കണ്ടത്. ഒരു കുതിരയെ റൈഡ് ചെയ്യാൻ വേണ്ടി അവിടെ കെട്ടിയിട്ടിരിക്കുന്നു. അതിൻ്റെ വാലാണെങ്കിൽ കാണാൻ പ്രത്യേക ഒരു തരം ഭംഗിയായിരുന്നു. നമ്മുടെ മുടിയൊക്കെ അഴിച്ചിട്ട പോലെ കാണാൻ നല്ല മനോഹരമായിരുന്നു. പിന്നെ ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ അടിപൊളിയാട്ടോ. മെട്രോ ആണെങ്കിലും ബസ്സാണെങ്കിലും 4 റിയാൽ മതി. 4 റിയാലിന് നമുക്ക് 2 മണിക്കൂർ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. രാത്രിയിലെ റിയാദ് കാഴ്ചകൾ അതിമനോഹരമാണ്. ശരിക്കും ഇവിടെ രാത്രിയാണ് കൂടുതൽ ആളുകളും പുറത്തേക്ക് ഇറങ്ങുന്നത്. പക്ഷേ ട്രാഫിക് ബ്ലോക്ക് ഒരു രക്ഷയില്ല കേട്ടോ. يرجى للمؤتمر لديك باستخدام بطاقة دم أو البطاقة التصويتية أو التذكرة الإلكترونية بتطبيق حافلة الرياض على جهاز التحقق من التذاكر.
Riyadh Bus is a big service. Can speed elevate your journey by tapping your Darb card, bank card, or Riyadh Bus ഈ mobile മെഷീനിലാണ് നമ്മൾ ബസ്സിൽ കയറുമ്പോൾ കാർഡ് സ്വൈപ്പ് ചെയ്യേണ്ടത്. ഇനി കാർഡ് സ്വൈപ്പ് ചെയ്തില്ലെങ്കിലോ ഒരു പക്ഷേ ഇൻസ്പെക്ഷൻ വരുമ്പോൾ നല്ല പിഴ കിട്ടും. റോഡിൻ്റെ ഇരുവശത്തും ഇതുപോലെ ലൈറ്റുകൾ കാണാൻ നല്ല ഭംഗിയാണ്. ഈവനിംഗ് യാത്രകളാണ് ഏറ്റവും കൂടുതൽ സുഖകരം. ഇന്നത്തെ സലാം പാർക്കിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ വരുന്നതാണ്.